നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിനിമാ സീരിയൽ നടി അംബികയുടെ അമ്മ മരിച്ചു. സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടിരുന്നു. അംബികയുടെയും രാധികയുടെയും ഒക്കെ അമ്മ മരിച്ചു. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസുകളും സിനിമാ സീരിയൽ മേഖലയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ പോവുകയും വരികയൊക്കെ മരണാനന്തര ചടങ്ങുകൾ കാണാനും ആ മരണം കൂടാനും ഒക്കെ ഒരുപാട് ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്തു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരാൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോയിലൂടെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത്. മറ്റാരുമല്ല, നമ്മുടെ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയായ ബിന്നി രാജകുമാരിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ ബിഗ് ബോസിലെ ആൾക്കാരെ എല്ലാം ഊശിയാക്കുന്നത് പോലെ അവിടെയും വന്നിട്ട് ഒരു വളരെ ഒരു പരിപാടിയാണ് കാണിച്ചിട്ട് ബിന്നി പോയിരിക്കുന്നത്. കാരണം എത്രയൊക്കെ ആയാലും അവർ ചൈനയിലെ ഡോക്ടറോ എവിടത്തെയോ ആയിക്കോട്ടെ, എവിടുന്നോ ഒരു MBBS നേടിയ ഒരു ഡോക്ടറാണ്. ഡോക്ടർമാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മരണത്തോട് ഒരു ആദരവ് കാണിക്കേണ്ട, മറ്റുള്ളവരെ അപേക്ഷിച്ച് മരണത്തിനോട് ഒരു ആദരവ് കാണിക്കേണ്ട ഉള്ള ഒരു വ്യക്തികളാണ് ഈ ഡോക്ടർമാർ കൂടെ എന്ന് പറയുന്നത്. ചോദിക്കും മറ്റുള്ളവരാരും ബഹുമാനിക്കേണ്ട എന്നല്ല, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായാലും മരണത്തോട് ആദരവും ബഹുമാനവും കാണിക്കേണ്ടവരാണ്. അത് നമ്മുടെ ശത്രുക്കളായാൽ പോലും, നമ്മൾ ശത്രുവാണ് മരിച്ചു കിടക്കുന്നത് എന്നാൽ പോലും നമ്മൾ ആ മരണത്തിനോട് ഒരു ആദരവും ബഹുമാനവും കാണിക്കേണ്ടത് നമ്മൾ നല്ലൊരു വ്യക്തിയാണെന്നുള്ളതിന്റെ ഒരു നല്ലൊരു തെളിവാണ് നമ്മൾ ഈ മരണത്തിനോട് നമ്മുടെ ശത്രു ആയാൽ പോലും ഒരു ആദരവും ബഹുമാനവും കാണിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബിന്നി അവിടെ മരണ വീട്ടിൽ ചെല്ലുന്നു. അവിടുന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ എന്തോ കണ്ടിട്ട്, ആ മരണ വീട്ടിൽ എന്ത് കോമഡി കണ്ടിട്ടാണ് ബിന്നിക്ക് സഹിക്കാൻ പറ്റാതെ വന്നതെന്ന് നമുക്കറിയില്ല. അവിടുന്ന് ചിരി ഒതുക്കാൻ വളരെ പാടുപെട്ട് വന്നിട്ട് നമ്മുടെ സാജൻ സൂര്യ, ബിന്നിയോടൊപ്പം ഗീതാ ഗോവിന്ദത്തിൽ അഭിനയിക്കുന്ന ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സാജൻ സൂര്യയോട് വന്ന് ഭയങ്കര ചിരിയൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ മറച്ചു പിടിക്കുന്നു. തല ചൊറിഞ്ഞുകൊണ്ട് വരുന്നു, ഇങ്ങനെ മറച്ചൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ചിരിയൊക്കെ പൊത്തി പിടിച്ച് സാജൻ സൂര്യയോട് ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പക്വത ഉണ്ടായതുകൊണ്ട് അയാളുടെ മുഖത്തൊരു ചിരിയോ ഒരു ഭാവ വ്യത്യാസവും വന്നില്ല. അയാൾ വളരെ കൂളായിട്ട് ഇങ്ങനെ നിന്നത് കേട്ട് തലയാട്ടുന്നുണ്ട് എന്നല്ലാതെ ബിന്നിയുടെ ഈ അഹങ്കാരത്തിനോട്, അല്ലെങ്കിൽ വിവേകമില്ലായ്മയോട്, അല്ലെ ബോധമില്ലായ്മ എന്ന് പറയുന്നതിനോട് സാജൻ സൂര്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നേ ഇല്ല. BB ഹൗസിൽ നമ്മൾ കണ്ടതാണ് ഈ ബിന്നിക്ക് ചില സമയങ്ങളിൽ തീരെ ബോധവും പക്വതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ മറ്റുള്ള ഡോക്ടർമാർക്ക് സത്യത്തിൽ ഒരു അപമാനകരമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ബിന്നി കാണിക്കുന്നത്. ഈ ചൈനയിൽ പഠിക്കുന്ന ഡോക്ടർമാരെല്ലാം ഇങ്ങനെയാണോ എന്ന് പോലെ കമന്റുകളായിട്ട് ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. അപ്പം അവരുടെ ഇങ്ങനെയുള്ള ഈ ഫീൽഡിലുള്ള മൊത്തം ആൾക്കാരെ നാണം കെടുത്തുന്ന രീതിയിൽ ഈ കുട്ടി ഇങ്ങനെ ഇത്രയും ബോധമില്ലാതെ പെരുമാറുന്ന ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളാണെന്ന് ബിന്നി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ BB ഹൗസിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇനി അടുത്ത ഒരു ബിഗ് ബോസ് തുടങ്ങുന്നത് വരെയും ഒരു ദിവസം നിന്നവരായാലും, ഒരാഴ്ച നിന്നവരായാലും, 100 ദിവസം നിന്നവരായാലും, 50 ദിവസം നിന്നവരായാലും ഇവർ BB ഹൗസിനുള്ളിൽ പോയിട്ടുണ്ടോ അവരൊരു സെലിബ്രിറ്റി തന്നെയാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള അടുത്ത ഒരു ബിഗ് ബോസ് തുടങ്ങുന്നത് വരെയും അവരുടേതായ സീക്രട്ട് മൊമെന്റുകൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ക്യാമറാമാൻമാർ ചുറ്റിനും ഉണ്ടാകും. അത് അംബികയുടെ ഫാമിലി എന്ന് പറയുന്നത് അവിടെ സിനിമയുടെ ഒരു ഫാമിലി തന്നെയാണ് അവരുടെ. അപ്പൊ അവിടെ പ്രത്യേകിച്ചും ഒരുപാട് ക്യാമറാമാൻമാർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ വിവേകത്തോടെ പെരുമാറേണ്ട ഒരു ബാധ്യത എല്ലാ ആൾക്കാരും ഉള്ളതാണ്. പ്രത്യേകിച്ച് BB ഹൗസിൽ നിന്നൊക്കെ പെട്ടെന്ന് BB ഹൗസൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ പോകുമ്പോൾ ഇവരുടെയൊക്കെ രീതികൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ക്യാമറാമാൻമാരുണ്ടാകും. അത് അവരെന്തായാലും ക്യാപ്ചർ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും മോശപ്പെട്ടതായാലും നല്ലതായാലും അത് പബ്ലിക് മീഡിയയിൽ അവർ പ്രസന്റ് ചെയ്യും. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അവന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പൊ ഈ ബിന്നി ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ നിവിനും രംഗത്ത് വന്നിട്ടുണ്ട്. അതിലാണ് ആദ്യമായിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുലിനെ ഇങ്ങനെ എന്തും കാണിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ് നമ്മുടെ നിവിൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുലിനെ അങ്ങനെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. നിവിൻ സ്വയം ചിന്തിച്ചു നോക്കുക, ആര് ചെയ്തതാണ് പിഴവെന്ന് കാണുക. സ്വന്തം കൂട്ടുകാരി ആയാലും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ബോധവും വിവരവും ഇല്ലാത്തൊരു പെണ്ണാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഡോക്ടേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള ഡോക്ടർമാർക്ക് കൂടി ഒരു നാണം കെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ആ ഡോക്ടർ എന്നുള്ള സ്ഥാനത്തിന്റെ യാതൊരു പക്വതയും ഒരു ബോധവും കാണിക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിന്നി. കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി മാത്രമല്ല, ബോധമില്ലായ്മയുടെ ക്വാളിറ്റി ഇല്ലായ്മയുടെ രാജകുമാരിയാണ് ബിന്നി എന്നുള്ളതിന് വീണ്ടും വീണ്ടും ബിന്നി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു ബോധവും ക്വാളിറ്റി ഇല്ലാത്ത പെരുമാറ്റങ്ങൾ കാണിച്ച് മറ്റുള്ള ഡോക്ടേഴ്സിന് കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന പെരുമാറ്റങ്ങൾ ഇനിയെങ്കിലും പബ്ലിക് പ്ലേസിൽ ബിന്നി കാണിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ വീഡിയോയിലോട് ബിന്നിയോട് പറയാനുള്ളത്. ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.